നമസ്കാരം, ഞാൻ എബി മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് വെള്ളിയിൽ സ്വർണ്ണം പൂശിയ മാലകൾ. എല്ലാം വെള്ളി സ്വർണ്ണം പൂശിയതാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പിൽ വിറ്റ് പോകുന്ന ഹെവി മാലയ്ക്കകത്ത് ഒരു 5 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തരം മാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമുക്ക് ചൊറിച്ചിലോ കറുത്ത പാടോ ഒന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല ഇത് അസൽ വെള്ളിയിൽ മേക്ക് ചെയ്തേക്കുന്നുണ്ട്. ഗോൾഡ് അല്ലാന്ന് ഒരാളും പറയത്തില്ല. ഗോൾഡിൻ്റെ സെയിം കളറും ഡിസൈനും ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മാലയാണ് ഇത് മുല്ലമുട്ടിൻ്റെ ഈ ഡിസൈൻ. ഇതുണ്ടോ, മാല കുറച്ച് ഹെവിയാണ്. വലിയ ഹെവി മാല ഇടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് പറ്റിയൊരു മാലയാണ്. 92.5 പ്യൂർ സിൽവർ മേക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഞാൻ ഒന്ന് കാണിക്കുന്നത്. കൂടാതെ നമ്മുടെ ഗിവ് അവേ ആരും മിസ്സാക്കണ്ട കേട്ടോ. നമ്മുടെ ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയും, വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുന്ന ആളെന്ന് ഒരാൾക്ക് 10,001 രൂപ വലിയ സമ്മാനമാണ്. എല്ലാ മാസം നമ്മൾ കൊടുക്കുന്നത്. ഓണം സംബന്ധിച്ച് 10,001 രൂപ ആക്കിയിട്ടുണ്ട്. ഈ മാസവും 10,000 അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കേണ്ട, ഉറപ്പുള്ള സമ്മാനമാണ്. ഇനി അതുപോലെ നമുക്ക് പോകുന്നൊരു മാലയാണ് റെയിൽ. ഇതുണ്ടോ, ഇങ്ങനെ എടുത്തേക്കുന്ന റെയിലിൻ്റെ ഒരുമാതിരി മീഡിയം മണ്ണുള്ള റെയിലാണ്. 92.5 പ്യൂർ സിൽവറാണ്. ഇതിൻ്റെ സീലെല്ലാം ഉണ്ടാവും. ഇതുണ്ട് സീല. പിന്നെ നമുക്ക് പോകുന്ന ഈ മുല്ലമുട്ടിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഡിസൈൻ നമുക്ക് നല്ലപോലെ ഓർഡറുള്ളൊരു മാലയാണ്. ഇതിലും 92.5 എന്നുള്ള സീലൊക്കെ ഉണ്ടാകും കേട്ടോ. അതെ, ഇപ്പോൾ മുല്ലമുട്ടിൻ്റെ ഹെവി മാലയൊക്കെ ഓണത്തിന് ആവശ്യമാണെങ്കിൽ പറഞ്ഞുതരാം, നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു മാലയാണത്. ഈ ബോളും കെട്ടും കണ്ടമാനം ആളുകൾക്ക് ഇഷ്ടമുള്ള മാലയാണ്. ഒരു കാര്യം, ഇത് ലൈറ്റ് വെയ്റ്റും കൂടെയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു മാല മുല്ലമുട്ടാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിനകത്ത് ഇതുണ്ട്. 8 പിടി ഇറക്കാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിന് 10 പിടി അവൈലബിൾ ആണ്. ഒരുമാതിരി വെയിറ്റുള്ള മാലയാണ്, പക്ഷേ വളരെ ഫ്ലെക്സിബിളാണ്. പട്ട് പോലെ ഇരിക്കുന്ന മാലയാണ്. മറ്റൊരു മാലയാണ് നമ്മുടെ സീലോ. ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് കവറിങ്ങിൻ്റെ മാലയായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല കേട്ടോ. ഗോൾഡ് കവറിങ്ങിൻ്റെ മാലയുടെ ഡിസൈൻ ആയിരിക്കത്തേ ഇല്ല നമ്മുടെ മാലകളുടെ ഡിസൈന്. ശരിക്കും വെള്ളിയിൽ മേക്ക് ചെയ്തേക്കുന്നുണ്ട്. ഗോൾഡേ വരുന്ന സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും. വളരെ ഫ്ലെക്സിബിളാണ് മാല. മറ്റൊരു മാലയാണ് നമ്മുടെ സൈക്കിൾ റെയിൽ, ഈ വന്ന റെയിൽ. ഇതും വളരെ ഫ്ലെക്സിബിളാണ് മാല. ഗോൾഡ് വരുന്ന അതേ സെയിം ഡിസൈൻ തന്നെയാണ്. 92.5 പ്യൂർ സിൽവറാണ്. സീലെല്ലാം ഇതിനകത്തുണ്ട്. മാല ഇങ്ങനെ കയ്യിലിട്ടത് കൊടുത്തിട്ടുണ്ട്. ഒഴുകി നടക്കുന്ന ടൈപ്പ് മാലയാണ്. ഒരു സ്റ്റിഫ്നെസ്സും ഉണ്ടാവത്തില്ല. ഇത്ര ഡിസൈൻസ് കാണിക്കാം. അപ്പോൾ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് മടുത്തെങ്കിൽ വെള്ളിയിൽ സ്വർണ്ണം പൂശിയ മാല എല്ലാം കൊണ്ടും ഗുണം ചെയ്യും. കാരണം നമ്മൾ മറ്റുള്ള മാല നമ്മൾ കുറച്ച് നേരമൊക്കെ കഴുത്തി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചൊറിച്ചിലും കറുത്ത പാട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്ര ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വിൽക്കുമ്പോൾ സിൽവറിൻ്റെ എമൗണ്ടും തിരിച്ചു കിട്ടും, കൂടാതെ ഒരാളും തിരിച്ചറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.